ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു കൊടുക്കും. അങ്ങനെ ഖുർആൻ പറഞ്ഞു. ആ നേട്ടങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി കരയാ ചെയ്ത സത്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് മാത്രം ഒരു നേട്ടം, എന്റെ സമുദായം നരകത്തിലോ? അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ട് എനിക്ക് നേട്ടം വേണ്ട. 15 ദിവസം വഹയി വരാൻ വൈകി. 15 ദിവസം വഹയി വരാൻ വൈകി. ആ സമയത്ത് ഖുറൈശികൾ പറയാൻ തുടങ്ങി, കുഫാർ പറയാൻ തുടങ്ങി, ഇന്ന റബ്ബഹു വദ്ദഅഹു വഖലാഹു. മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് വദ്ദഅഹു, മഹാനവറുകളെ ഉപേക്ഷിച്ചു. അവരുടെ ഭാഷ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. മുത്തുനബിയെ ഉപേക്ഷിച്ചു, ഒഴിവാക്കി, പറഞ്ഞു വിട്ടു. ഇപ്പൊ വഹിയൊന്നും വരണില്ല. 10-15 ദിവസമായിട്ട് വഹി വരുന്നത് മുഴുവൻ കഅബയുടെ കവാടത്തിൽ പബ്ലിക്കാക്കും. അതിപ്പോ കാണുന്നില്ല. അതിനർത്ഥം 15 ദിവസമായിട്ട് വഹി വന്നിട്ടില്ല, ഇപ്പൊ റബ്ബിന് വേണ്ടാതെയായി എന്ന് ഖുറൈശികൾ പറയാൻ തുടങ്ങി, കുഫാർ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ആ സൂറത്ത് അവതരിച്ചത്. ഏത് സൂറത്ത്? സൂറത്തുൽ ദുഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്ത് ജീവിതത്തിൽ പാരായണം ചെയ്തോളണം. ഈ സൂറത്ത് വല്ലുഹ ഓദിക്കോ. വല്ലുഹയിൽ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞതാ, മുത്തുനബിയെ സമാധാനിപ്പിച്ചതാ. ഏത് നീറുന്ന പ്രശ്നത്തിനും ഈ സൂറത്ത് ഓതിയാൽ മതി. ഇത് ജീവിതത്തിൽ പതിവുണ്ടോ? പ്രത്യേകിച്ച് ഇശാ മഗ്രിബിന്റെ ഇടയിൽ വല്ലുഹ ഓതണം. അത് ഹബീബായ നബിയെ സമാശ്വസിപ്പിച്ചും സന്തോഷിപ്പിച്ചും വന്ന സൂറത്താണ്. അത് മുത്തുനബിയോടുള്ള സ്നേഹം അല്ലാഹു പ്രകടിപ്പിച്ച സൂറത്താണ്. മുത്തുനബിയോടുള്ള സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അറിയിച്ച് പ്രകടിപ്പിച്ച സൂറത്ത് സൂറത്തുൽ ദുഹാ. സൂറത്തുൽ ദുഹാ ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ പാരായണം ചെയ്താൽ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹ പ്രകടനത്തിന്റെ ഒരു വലിയ ഭാഗമായി മാറാം. മുത്തുനബിയോടുള്ള ഇഷ്ടം, അവിടുത്തെ ഇഷ്ടം, ഷഫാഅത്ത് അല്ലാഹു നമുക്ക് എളുപ്പമാക്കട്ടെ. നമ്മുടെ ഏത് പ്രശ്നവും പരിഹരിക്കാണ്, ഏത് വിഷമങ്ങളും മാറും. കാരണം റസൂലുള്ളാഹിയുടെ വിഷമം മാറ്റാൻ വേണ്ടി അല്ലാഹു ഇറക്കി സന്തോഷിപ്പിച്ച സൂറത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സാമ്പത്തിക പ്രയാസങ്ങളും അവിടെ കൊണ്ട് പരിഹരിക്കപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. ഈ സൂറത്ത് അവതരിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല നബിയെ. ദുനിയാവിനേക്കാളും അങ്ങേക്ക് അല്ലാഹു ആഖിറത്തെ ഖൈറാക്കി വെച്ചിട്ടുണ്ട് നബിയെ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. അങ്ങേക്ക് നാളെ പരലോകത്ത് അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ തരും നബിയെ. ഫതർദാ, അങ്ങേക്ക് സന്തോഷമാവും നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാം ഇത് ഓതി കൊടുക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതല്ല അർളാ, അല്ലാഹുവിന്റെ പരലോകത്ത് എനിക്ക് എന്ത് തന്നാലും സന്തോഷമില്ല ജിബ്രീൽ. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലാണ് എങ്കിൽ എനിക്ക് അവിടെ വെച്ച് എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമില്ല ജിബ്രീൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇത് നമ്മുടെ വാപ്പ പറയൂല, ഇത് നമ്മുടെ ഉമ്മ പറയൂല. നമ്മൾ നരകത്തിലേക്ക് പോകാൻ അല്ലാഹു തീരുമാനിച്ചാൽ, നമ്മുടെ കൂടെ ജീവിച്ചവർക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചാൽ, പടച്ചോനെ എന്റെ വാപ്പ നരകത്തിൽ കിടക്കുമ്പോ എനിക്ക് സ്വർഗം കിട്ടിയാൽ എനിക്കതിൽ തൃപ്തിയില്ല എന്ന് നമ്മുടെ മക്കള് പറയൂല. ഇത് പറയുന്ന ഒരാളാണ് എന്ത് ഉമ്മുൻ ഹം അബൂ മറഅയ്ന ഫീഹിമാ مثل حسنك قط يا سيدي خير النبي. ഉമ്മയും ഉപ്പയും ആയോരേ, പോരാമവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില്ല ഗുണമേറെ. സയ്യിദി ഖൈറൻ നബി ഹസ്ബി റബ്ബി
ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. എന്ത് തന്നാലും എനിക്ക് തൃപ്തിയില്ല. എൻ്റെ ഉമ്മത്തിൽ ഒരാൾ നരകത്തിലാണെങ്കിൽ ഇത് പറയാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. വാപ്പ പറയൂല. വാപ്പായും ഉമ്മായും ഒക്കെ പറയണ വർത്താനം എന്താന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ വാപ്പ പറയുന്ന, അമ്മ പറയുന്ന, ഭർത്താവ് പറയുന്ന, ഭാര്യ പറയുന്ന വർത്താനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഖിയാമത്ത് നാളിനെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് പറയുന്നുണ്ട്. അവരെന്താ പറയാന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة. അന്നത്തെ ദിവസം ഖിയാമത്തിന്റെ ഊത്ത് വരുമ്പോ ആ സമയത്തുണ്ടല്ലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ആഖിറത്തിൽ അവസാനമാ സമീപിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തുകൾ അങ്ങനെയാണുള്ളത്. നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരുടെ അടുക്കൽ ഒരു പ്രതീക്ഷയുണ്ട്. അവസാനം അവിടെ ചോദിക്കാമെന്ന് വെക്കും. ആദ്യം തന്നെ സഹോദരൻ സഹോദരനോട് ചോദിക്കും, എന്തെങ്കിലും തരോന്ന് ചോദിക്കും. നിന്റെ നന്മ ഇല്ലാന്ന് പറയും, പൊയ്ക്കോളാൻ പറയും. പിന്നെ സഹോദരനേക്കാൾ അടുപ്പം ഉമ്മാനോടും വാപ്പാനോടാ. അവിടെ ചോദിക്കും, ഉമ്മ പറയും തരൂല, വാപ്പ പറയും ഇല്ല മോനെ പൊയ്ക്കോന്ന് പറയും. പിന്നെ ഉള്ളത് ഭാര്യയുടെ അടുത്ത് ചോദിക്കും. ഭാര്യ പറയും എല്ലാം കൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ഞാൻ തരൂല, എന്റെ ഒരു സുബ്ഹാനല്ലാഹ് ഞാൻ തരൂല, എന്റെ ഒരു അമലും ഞാൻ തരൂല. ഇനി ഏറ്റവും പ്രിയപ്പെട്ടത് മക്കൾ എന്നെ കൈവിടൂല എന്നുള്ളൊരു പ്രതീക്ഷ. ഏറ്റവും പ്രിയപ്പെട്ടോടത്തിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോ മക്കളും തരൂല. ലികുല്ലിംരിഇം മിൻഹും യൗമഇദിൻ ശഅനി യുഗ്നീഹ്, ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ മാത്രം. മഹാനായ ഇബ്നു കസീർ ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന രസകരമായ തഫ്സീർ കാണാം. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ അവന്റെ ഭാര്യയെ കാണും മഹ്ശറയിൽ, അല്ലെങ്കിൽ ഭർത്താവിനെ കാണും മഹ്ശറയിൽ. എന്നിട്ട് ചോദിക്കും, ഭാര്യയോട് ഭർത്താവ് ചോദിക്കാണ്, യാ ഹാദിഹി അയ്യു ബഅലിൻ കുന്തു ലകി, ഞാൻ എങ്ങനെയാണ് മോളെ നിന്റെ ദുനിയാവിന്റെ ഭർത്താവായി ജീവിച്ചു പോന്നത്? അവള് പറയും, നിഅമൽ ബഅൽ കുന്ത, എന്നെ പോലെ ഭാഗ്യമുള്ള ഒരു പെണ്ണ് ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അത്ര നല്ല ഭർത്താവായി എനിക്ക് അല്ലാഹു നിങ്ങളെ തന്നതാ മനുഷ്യ. അശറയിൽ വെച്ച് ഭാര്യനെ ഭർത്താവ് കാണും, അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിയോടാണ്, പോണ വഴിയിലാണ് ഭാര്യനെ ഭർത്താവ് കാണും. ചോദിക്കും, അല്ല പെണ്ണേ, ഞാൻ എങ്ങനെയായിരുന്നു നിനക്ക് ദുനിയാവിൽ? അവള് പറയും, നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് ദുനിയാവിന്റെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അവൾക്ക് പറ്റണ പോലെ അങ്ങനെ പ്രകീർത്തിച്ച് പറയും ഭർത്താവിനെ. അപ്പോൾ ഭർത്താവ് ആ ചാൻസിൽ അവളോട് ചോദിക്കും, ഇന്നി അത്തുലുബു ഇലൈക്കൽ യൗമ ഹസനതൻ വഹിദ തഹബീനാഹ, നീ എനിക്ക് തരികയാണെങ്കിൽ ഒരു നന്മ തന്നാൽ ഞാൻ അതുകൊണ്ട് രക്ഷപ്പെടും. പെണ്ണെ, എന്തെങ്കിലും തരാൻ പറ്റുമോ നിനക്ക്? നിന്റെ ഒരു സുബ്ഹാനല്ലാഹ് മതി എനിക്ക് സ്വർഗത്തിൽ പോവാൻ, നിന്റെ കയ്യിൽ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവള് പറയും മാ ഐസർ മാ തൊലബത്ത, കാര്യം നിങ്ങൾ ചോദിച്ചു വളരെ ചെറിയൊരു കാര്യമൊക്കെ ആയിരിക്കും, പക്ഷേ വലാകിന്നി ലാ ഉതീഖു അൻ ഉഅതിയക ശൈഅൻ അതഖവഫു മിസ്ലല്ലദി തഖാഫു, നിങ്ങളെക്കാളും വലിയ പേടിയില്ല ഞാൻ കഴിയുന്നത്. നിങ്ങളെ കണ്ട എന്തെങ്കിലും ഒന്ന് അവിടുന്ന് ഇങ്ങോട്ട് ചോദിക്കാനിരിക്കായിരുന്നു ഞാൻ, എൻ്റെ ഒന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട, ഇവിടെ നിന്ന് തരാനട്ട ഇല്ലതാനും, നിങ്ങളെന്തിനുണ്ട് ഇങ്ങോട്ട് താട്ടെ എന്ന് പറയും. ഈ കണ്ട രീതിയിൽ ഭർത്താവിനെ പുകഴ്ത്തി ആഴ്ചയിലെ ആട്ടിറച്ചി, പിന്നെ 2 ദിവസം കൂടുമ്പോൾ കുഴിമന്തി, പിന്നെ പുറത്ത് കൊണ്ടുപോയി ടൂറ് പോക്ക്, അത് ഇതൊക്കെ ചെയ്തു തരുന്നത് നിങ്ങൾ നല്ല മനുഷ്യനാണ്, കൊല്ലത്തിലൊരു 6 ചുരിദാർ വാങ്ങിത്തരും, ഒക്കെ ശരിയൊക്കെ തന്നെയാ, പക്ഷേ എൻ്റെ ഒരു സുബ്ഹാനല്ലാഹ് ഞാൻ തരില്ല, പോയാലും പണി നോക്കുന്നു പറയും. നിങ്ങളെല്ലാം ഇങ്ങോട്ട് കേട്ടെ, ഞാനിവിടെ നിങ്ങളെക്കാളും വലിയ ടെൻഷനില്ല. ഇത് ഭാര്യ പറയും, ഇത് ഭർത്താവ് തിരിച്ചു പറയും.
അപ്പൊ ഉണ്ട് ഒരു മനുഷ്യൻ മോനെ കാണും. മോനോട് ചോദിക്കും, അല്ല മോനെ, വാപ്പായ? വാപ്പ എന്താ വിശേഷം? വാപ്പ ഇവിടെ ഞാൻ അതായത് അവിടെ നിന്ന് വരുന്ന മഷറയിലാണ്, ചിതറി ഓടാ. എന്താ വാപ്പ പേടിച്ചിരിക്കണ? ഒന്നുമില്ല മോനെ, വാപ്പ ഒന്ന് ചോദിക്കട്ടെ, വാപ്പ എങ്ങനെയായിരുന്നു നിനക്ക് ഭൂമിയിലെ വാപ്പാടെ റോൾ എങ്ങനെയാ നിന്റെ അടുത്ത് നിർവഹിച്ചത്? വാപ്പാനെ കുറിച്ച് മോൻ പറയും, വാപ്പാടെ മോനായി ജീവിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യ. നല്ല വാപ്പ, ഞങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നാ മോനെ, വാപ്പ ഒന്ന് ചോദിക്കട്ടെ, ഒരുപാടൊന്നും വേണ്ട, ഒരു അണുമണി തൂക്കം നിനക്ക് ഒരുപാട് നന്മ കാണുന്നുണ്ടല്ലോ, നിന്റെ നന്മയെന്ന് ഒരു അണുമണി തൂക്കം നന്മ വാപ്പാക്ക് തന്നു കഴിഞ്ഞാൽ വാപ്പ ഈ ഭയവിഹുലമായ അവസ്ഥയെന്ന് രക്ഷപ്പെടും. നിന്റെ ഒരു അണുമണി തൂക്കം നന്മ എനിക്ക് തരൂ. മോൻ പറയും, യാ അബത്തി, പ്രിയപ്പെട്ട വാപ്പ, വാപ്പ ചോദിച്ചത് ചെറുതായിരിക്കാം, പക്ഷേ വാപ്പാനേക്കാളും വലിയ പേടിയില്ല ഞാൻ ഇരിക്കണത്, എനിക്ക് തരാൻ കഴിയൂല. വാപ്പണി വേണമെങ്കിൽ രണ്ടെണ്ണം ഇങ്ങോട്ട് താട്ട്, അത്രയും കഷ്ടപ്പാടില്ല. ഈ രീതിയിലെ മഷറയിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പറയാം. ആ സമയത്ത് ആകെ പറയും, എന്റെ സമുദായത്തിലെ ഒരാള് നരകത്തിൽ കിടക്കുമ്പോ എനിക്ക് എന്ത് തന്നാലും തൃപ്തിയല്ല എന്ന് പറയാൻ ഒറ്റ ആളേ ഉള്ളൂ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മഹ്ശറ? അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, മഹ്ശറയിൽ മനുഷ്യർക്ക് ചെരുപ്പില്ല, വസ്ത്രമില്ല, എല്ലാവരുടെയും കണ്ണ് മുകളിലേക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ആണും പെണ്ണും വസ്ത്രമില്ലാതെ ഔറത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണും നോക്കൂല നബിയെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ആയിഷൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅലുഹും ഇലാ ബഅൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഔറത്തിലേക്ക് നോക്കുന്നതിനേക്കാളും ഭയവിഹുലമായ അവസ്ഥയാണ് മഹ്ശറ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യനെ കൊണ്ടുവരുന്നത് ഒരു ചാണുയരത്തില്. ചില റിവായത്തിൽ കാണാം, സുറുമ കുപ്പിയിൽ കിടക്കുന്ന സുറുമയുടുന്ന കോല് ഒരു വിരൽ നീളം, അത്രയും ഉയരത്തിലായിരിക്കും സൂര്യൻ വന്നു നിൽക്കാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ മഹ്ശറയിൽ വെച്ച് സ്വന്തം മക്കളോ ഭാര്യയോ അല്ല, സ്വന്തം പിതാവോ മാതാവോ അല്ല, സ്വന്തം ശരീരം പോലും നമുക്കെതിരെ പറയുമെന്ന് ഖുർആൻ. സ്വന്തം ശരീരം നമുക്കെതിരെ പറയും, നമുക്കെതിരെ നമ്മുടെ കൈ പറയും, നമുക്കെതിരെ നമ്മുടെ കാല് പറയും. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ബാക്കി അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം وتشهد أرجلهم بما كانوا يكسبون. അന്നത്തെ ദിവസം നഖ്തിമു അലാ അഫ്വാഹിഹിം, അതുവരെ വർത്തമാനം പറഞ്ഞ നാവ് അവിടെ വെച്ച് സീല് വെച്ചാൽ പിന്നെ മിണ്ടൂല. വതുകല്ലിമുന, പിന്നെ മിണ്ടുന്നത് ഐദീഹിം, കയ്യാണ്. വതശ്ഹദു അർജുലുഹും, കയ്യ് പറഞ്ഞത് ശരിയാണെന്ന് കാല് പറയും. ബിമാ കാനൂ യക്സിബൂൻ. അപ്പൊ സ്വന്തം ശരീരം പോലും നമുക്ക് എതിരാകുന്ന മഹ്ശറയില് നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബവും മാതാപിതാക്കളും മക്കളും മാത്രല്ല, സ്വന്തം ശരീരം നമുക്ക് എതിരാകും ആ മഹ്ശറയിൽ. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും അവർക്ക് ഏറ്റവും ബന്ധം അല്ലാഹുവിന്റെ ഹബീബാണെന്ന് ഖുർആൻ. എന്തുകൊണ്ട്? ഈ ശരീരം ഈ കോലത്തിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എതിരെ പറയാം. ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ ശരീരത്തെക്കാളും ഏറ്റവും അവനോട് ബന്ധം അവന്റെ നബിയാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ ആയത്ത് ഒന്നുകൂടി ഞാൻ പറയാം.
النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين. ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങളുടെ ശരീരത്തോട് മുഅ്മിനീങ്ങളോട് മുഅ്മിനീങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും ബന്ധം മുത്തുനബിയാ സല്ലല്ലാഹു. അപ്പോ നമ്മുടെ വാപ്പ പറയൂല, ഉമ്മ പറയൂല എന്ന് മാത്രമല്ല, അവരെക്കാൾ നമ്മുടെ ശരീരം തന്നെ നമുക്ക് എതിര് വരുന്നോടത്ത് നമുക്ക് ആകെ ഉള്ളത് മുത്തുനബിയാണെന്ന് ഖുർആൻ. സ്വാഭാവികമായും ഇതിനൊരു മറുവശമുണ്ട്. നമുക്ക് എതിരെ പറയാൻ നിൽക്കുന്ന ഈ ശരീരത്തെ നമ്മൾ എത്ര സ്നേഹിക്കാം? ഈ ശരീരത്തെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് അപ്പൊ ആരെയാണ്? സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കെതിരെ സാക്ഷി പറയുന്ന ഈ ശരീരത്തെക്കാളും നമ്മോട് ഏറ്റവും ബന്ധമുള്ളത് മുത്തുനബിയാണെന്ന് ഖുർആൻ പറയുമ്പോ, ആ മുത്തുനബിയെ സ്വന്തം ശരീരത്തെക്കാളും നാളെ നമുക്ക് എതിരെ പറയുന്ന മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് മുഅ്മിൻ? ആയത്തിന്റെ മഫ്ഹൂം ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തുന്നു. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും പ്രിയപ്പെട്ട എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കാതെ നിങ്ങളാരും മുഅ്മിനല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നുകൂടി ആയത്ത് പറയാം. ആയത്തെന്താ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ സ്വന്തം ശരീരം അവർക്ക് എതിരെ സാക്ഷി പറയും. ആ സ്വന്തം ശരീരത്തെക്കാളും മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധമുള്ളത് മുത്തുനബിക്കാം. അപ്പൊ എതിരെ സാക്ഷി പറയുന്ന ശരീരത്തെക്കാളും കുടുംബത്തെക്കാളും ആ മുത്തുനബിയെ മുഅ്മിനാണോ കൂടുതൽ സ്നേഹിക്കണമെന്നത് ആ ആയത്തിന്റെ മഫ്ഹൂമിൽ പറയപ്പെട്ട ഹദീസ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എങ്ങനെയാണ് മുത്തുനബി നമ്മുടെ മുന്നിലെന്നറിയുമോ? നമ്മുടെ മുന്നിൽ കാവൽക്കാരനാ മുത്തുനബി. ഈ ഹബീബ് നമുക്ക് ഒരു കാവൽക്കാരനെ പോലെ കാവല് നിൽക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയും കാവൽ നിന്നിട്ട് കാര്യമില്ല. കാവല് സാധാരണ നമ്മള് കാവലിന് വേണ്ടി ആരെ കാണാം? ഒരു സിംഹം കാവലെന്ന് എങ്ങനെ ഉണ്ടാവും? സിംഹമാണെങ്കിലോ കാട്ടിലെ രാജാവാ. അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലത്തിഹി കല്ലൈഫി ഹല്ല മഅൽ أسبال في أزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഖസീദത്തുൽ ബുർദയുടെ ഏകദേശം 137ാമത്തെ വരിയാണിത്. ഈ ഉമ്മത്തിനെ അവിടുന്ന് കൊണ്ടുപോയി വച്ചിരിക്കുന്നത് അവിടുത്തെ സംരക്ഷണത്തിന്റെ വലയത്തിലാണ്. ഏതുപോലെ കല്ലൈഫി, ഒരു സിംഹത്തെ പോലെ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് സിംഹം എങ്ങനെ കാവൽ നിൽക്കുന്നുവോ അതുപോലെ ഉമ്മത്തിന് കാവൽ നിൽക്കുന്നവരാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോടൊരു ബന്ധം വേണം. നമ്മുടെ ശരീരത്തോട് നമുക്കുള്ള ബന്ധത്തെക്കാളും നമ്മോട് ഇങ്ങോട്ട് ബന്ധമുള്ള മുത്തുനബിയോട് ഈ ശരീരത്തോട് നമുക്ക് അങ്ങോട്ടുള്ള ബന്ധത്തെക്കാളും വലിയ ബന്ധം വേണം. ആ ബന്ധത്തിന് വേണ്ട മരുന്നാണ് സ്വലാ. ഹദീസ് കേട്ടോളൂ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഔലന്നാസി ബി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ വിചാരണയുടെ നേരത്ത് എന്നോട് ഏറ്റവും ബന്ധമാർക്കാണെന്നറിയുമോ? അക്സറുഹും അലയ്യ സ്വലാ. ഞാൻ ഏറ്റവും ബന്ധപ്പെടാനുള്ളതും എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാ സയ്യിദുനാ റസൂലുള്ളാഹി. സ്വലാത്ത് ഒന്ന് ചൊല്ലുമ്പോ മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു ബിഹി ബിഹാ അശറ അലൈഹി ബിഹാ അശറ വകതബ ലഹു ബിഹാ അശറ ഹസനാത്ത്. അള്ളാഹു അവന് 10 കാവൽ കൊടുക്കുന്നു ഒരു സ്വലാത്ത് കൊണ്ട്. അള്ളാഹു 10 കൂലി രേഖപ്പെടുത്തുന്നു ഒരു സ്വലാത്ത് കൊണ്ട്. സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് കൂടുതൽ ചൊല്ലിയാൽ മുത്തനബിയുടെ ബന്ധം കൂടുതൽ കിട്ടുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തുർമുദി ജാമിഉൽ ഈ ഹദീസ് രേഖപ്പെടുത്തി. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഏറ്റവും ബന്ധം. ഞാൻ പറയട്ടെ, എന്നും ഞാൻ ഈ അടുത്ത ദിവസം ഒരു സഹോദരനെ കണ്ടു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ കാണാൻ വേണ്ടി അൻവർ ഷരീഫ് ചെന്നപ്പോൾ ഇദ്ദേഹം എൻ്റെ കൂടെ ഹറമിലുണ്ടായിരുന്നു. ഒറ്റ പ്രാവശ്യം ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളൂ. ഒരു കുറഞ്ഞ നേരം, പേര് പോലും ചോദിച്ചിട്ടില്ല. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഈ സഹോദരനെ ഞാൻ നിസ്കരിക്കാൻ സഫ് കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, പെട്ടെന്ന് ചോദിക്കുകയാണ്, ഹറമിൽ വെച്ച് നമ്മൾ കണ്ടതല്ലേന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാനും എടുത്ത് ഒരത്ഭുതത്തോടു കൂടെ അതെ അതെ നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ? അതെ, എനിക്ക് ഓർമ്മയുള്ളത് ആ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം മാത്രം. ഈ മനുഷ്യനെ ഇനി എന്നായിരിക്കും റബ്ബെ കാണാ, എവിടെ വെച്ച ഇനി ഇദ്ദേഹത്തെ തിരിച്ചറിയാ എന്ന് ഞാൻ അവിടെ വെച്ച അന്ന് ചിന്തിച്ച കാര്യ. പക്ഷെ അള്ളാഹു നമ്മെ ഇങ്ങനെ അടുത്തടുത്ത് കണ്ടുമുട്ടാൻ ഒരു അവസരം തന്ന് പെട്ടെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞു. പടച്ചോന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. അപ്പൊ ഒരാളെ ഒരു പ്രാവശ്യം കണ്ടപ്പോ ഇത്രയും വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു അടുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്, ഒരു അനുഭവമാണ്. ഒരാളെ പല പ്രാവശ്യം കണ്ടാൽ എവിടെ വെച്ചുണ്ടാലും നമ്മൾ എന്താവും, തിരിച്ചറിയും. പല പ്രാവശ്യം കണ്ടു. ഇപ്പൊ ഞാൻ ഇതിൽ ഏതെല്ലാം മാറിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് മൂപ്പരാണ്, സൽഫൈസിയാണ്, സാഹിബിന്റെ പള്ളിയിലെ ഉസ്താദാണ്, നിങ്ങൾ തിരിച്ചറിയും. ഇനി ഏത് മുക്കിലും മൂലയിലും വെച്ച് കണ്ടാലും തിരിച്ചറിയും. എറണാകുളത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ വല്ല ഷോപ്പിലൊക്കെ കയറുകയാണെങ്കിൽ മിക്കവാറും മാസ്ക് വെച്ചാൽ കയറുക. കാരണം ആരെങ്കിലും എവിടെയെങ്കിലും അറിയുന്നവരുണ്ടാവും. കൂടുതൽ സംസാരിക്കണ്ടെന്ന് ഓർത്ത് പതുക്കെ മുഖം ഒന്ന് മറയ്ക്കും. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് സംവിധാനം അന്ന് വന്നതൊരു ഗുണം എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം, നമ്മൾ ലുലു പോവുകയാണെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ പോകേണ്ട വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, കുറെ നേരം ഒന്നും അവിടെ ചുറ്റിക്കിറങ്ങാൻ പറ്റൂല. അതിനെ പറ്റിയൊരു സാഹചര്യം അല്ലല്ലോ അവിടെ. എന്താവും, മാസ്ക് വെച്ചിട്ടുണ്ടാവും. എന്നാലും തിരിച്ചറിയും. ആ തിരിച്ചറിയുക എന്നുള്ളത് ആ ഇടപഴക്കത്തിന്റെയും സമ്പർക്കത്തിന്റെയും കൂടെ കൂടെ നമ്മെ പറയപ്പെട്ടാൽ, വൈപ്പിപ്പാടത്ത് അബ്ദുൽ ഹമീദ് ഹാജി എന്നൊക്കെ കൂടെ എൻ്റെ ചെവിയിൽ ഒരാൾ വന്ന് പറഞ്ഞാൽ ആ ആൾ ആരാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ആ പേര് വേഗം തിരിച്ചറിയും. ഹമീദ് ഹാജി എന്ന് പറയുമ്പോഴേക്കും അത് വൈപ്പിപ്പാടത്ത് ഹമീദ് ഹാജിയാണ്, ശാന്തിപുരത്താണ്, ആ പെട്ടെന്ന് തിരിച്ചറിയും. ഇത് കൂടെ പറഞ്ഞ നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ പേരും വാപ്പാന്റെ പേരും നാടും അഡ്രസ്സും റൗളയിൽ പറയാണ്. ആര് പറയാണ്? മലക്ക് പറയാണ്. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന വീട്ടില് ഇന്ന നാട്ടില് ഇന്ന വീട്ടില് ഇന്ന ആളുടെ മകൻ, ഇന്ന കുടുംബത്തിലെ അംഗം, ഇന്ന ആള് അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് കേൾക്കാണ്. 10 പ്രാവശ്യം ആ പേര് കേട്ട് കഴിഞ്ഞാൽ 11ാമത് ആ പേര് റസൂലുള്ളാഹി കൂടുതൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവിടത്തോട് ബന്ധം അടുപ്പുള്ള ഒരാളുടെ പേരായത്. ഇങ്ങനെ ഹബീബിന്റെ മുന്നിൽ നമ്മുടെ പേരും നാടും ഒക്കെ പറയും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ്. കോടിക്കണക്കിന് അണികളെ വ്യക്തമായും കൃത്യമായും തിരിച്ചറിയുന്ന നേതാവ്, ഇങ്ങോട്ട് സ്നേഹമുള്ള നേതാവ്, അത് സ്വലാത്തിലൂടെ മാത്രം കിട്ടുന്ന നേതൃത്വം, ആ സ്വലാത്തിലൂടെ മാത്രം കിട്ടുന്ന നേതാവ്. അങ്ങനത്തെ ഒരു നേതാവിനെ സ്വന്തമാക്കാൻ കേട്ടോളൂ. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. ഫക്തിറു അലയ്യ മിനസ് സ്വലാ, എന്റെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മുന്നിൽ എടുത്തു കാണിക്കപ്പെടുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബികൾ ചോദിച്ചു, എങ്ങനെ അങ്ങയുടെ മുന്നിൽ അത് എടുത്തു കാണിക്കപ്പെടുന്നു നബിയെ? അവിടുന്ന് പറഞ്ഞു, എന്റെ എങ്ങനെ എടുത്തു കാണിക്കപ്പെടും നബിയെ? അങ്ങ് മണ്ണിൽ ലയിച്ചു പോവില്ല, അലിഞ്ഞു പോവില്ലേ? അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം മണ്ണിൽ നുരമ്പൂല. സ്വഹാബ, അബൂദാവൂദിന്റെ സുനനിലെ ഹദീസ് കാണാം. ഇനി കേട്ടോളൂ, ഇബ്നു അബീ ശൈബ തങ്ങൾ മുസന്നഫിൽ രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ്, ഇന്ന മലക്കൻ മുവക്കലുൻ ബിമൻ സ്വല്ലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു ഒരു മലക്കിനെ പുണ്യറൗളയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ മലക്ക് എന്തിനുള്ളതെന്നാണെന്നറിയുമോ? അൻ യുബല്ലിഗ അൻഹു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനെ പറ്റി വിവരം പറയാൻ വേണ്ടിയാണ്. എന്താ മലക്ക് പറയാ എന്നറിയുമോ? ഇന്ന ഫുലാനം മിൻ ഉമ്മത്തിക, അങ്ങയുടെ സമുദായത്തിലെ ഇന്നാലിന്ന ആളുടെ ഇന്ന മോനുണ്ടല്ലോ, സ്വല്ലാ അലൈക, ദേ ഇപ്പൊ തന്നെ ഒരു സ്വലാത്ത് അങ്ങയുടെ പേരിൽ ചൊല്ലിയിട്ടുണ്ടേ നബിയെ. 100 സ്വലാത്ത് ഒരുമിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ 100 വട്ടവും നമ്മുടെ പേര് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ പറയാണല്ലോ. ആലോചിച്ച് നോക്കണേ.
ആലോചിച്ചു നോക്കണേ നമ്മെ പറ്റി. ഞാൻ ഇടക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ ചെല്ലുമ്പോ തങ്ങൾ അവരുകൾ ചോദിക്കാറുണ്ട്, കരീം മൗലവി ഉണ്ടോ അവിടെ? കരീം ഉസ്താൻ അറിയാം, എറിയാട് കരീം മൗലവി ഉണ്ടോ എന്ന് ചോദിക്കും. കരീം മൗലവി ഉണ്ടോ അവിടെ തന്നെ അല്ലേ കരീം മൗലവി? ആലോചിക്കും, തങ്ങൾ ചോദിക്കും. ഞാനത് വന്ന് ഉസ്താനോട് പറയും, ഉസ്താനെ തങ്ങൾ അന്വേഷിച്ചിട്ടോ എന്ന് പറയും, കരീം ഉസ്താൻ അന്വേഷിച്ചിട്ടോ എന്ന് പറയും. അത് ഉസ്താദ് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഹബീബ് 100 വട്ടം ഈ പേര് കേൾക്കുമ്പോ അവിടുന്ന് ആ റൗളയിൽ ഒരു മലക്ക് നമ്മുടെ പേരും വാപ്പാന്റെ പേരും ഒക്കെ പറയുന്നു നമ്മെ പറ്റി. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ ഒരു പ്രാവശ്യം, 2 സ്വലാത്തിന് 2 പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോ സ്വലാത്ത് ചൊല്ലുന്ന ഗുണങ്ങൾക്ക് പുറമെ മുത്തുനബിയുടെ അടുത്ത് നമ്മുടെ പേര് ഒരു മലക്ക് പറയുന്നില്ലേ? അത് വലിയൊരു നേട്ടല്ലേ? നമ്മുടെ പേര് മുത്തുനബിയുടെ മുന്നിൽ ഒരു മലക്ക് നമ്മെ പറയണില്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നു, അബീ വ ഉമ്മി അൻത യാ ഖൈറൽ വറാ വസ്സലാത്തു റബ്ബി വസ്സലാമു മുഅത്തറാ യാ ഖാതിമർ റസൂലിൽ കിറാമി മുഹമ്മദാ بالوحي والقرآن كنت مطهرا لك يا رسول الله صدق محبتي وبفيضها شهد اللسان وعبرا لك يا رسول الله صدق محبتي فقط محبة من على وجه الثرى لك يا رسول الله صدق محبتي لا تنتهي أبدا ولن تتغيرا يا رب صل على النبي محمد منزل الخلائق من جهنم في غد الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ നീ സ്വീകരിക്ക തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഹബീബിന്റെ റഫഖായിൽ ചേർക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വരുന്ന ശനിയാഴ്ച ഉംറക്ക് പോകുന്ന ഒരു സഹോദരി, നിന്റെ ഹബീബിന്റെ സന്നിധാനത്തിലേക്ക് പോകുന്ന സഹോദരി, അല്ലാഹുവേ നീ എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ യാത്ര സുഖകരമാക്കണേ അല്ലാ. പുണ്യ ഹറമുകളുടെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. വൈകല്ല തമ്പുരാനെ ഞങ്ങൾക്കും അവിടേക്ക് എത്താനുള്ള ഭാഗ്യം നൽകുക അല്ലാ. നിന്റെ ഹബീബിന്റെ ഇഷ്ടക്കാരിൽ ചേർക്കണേ അല്ലാ. സ്വലാത്തിന്റെ മാസ്മരിക വലയത്തിൽ പെടാൻ അതിനുള്ള അർഹത തരണേ അല്ലാ. ശഫാഅത്തുൽ ഉളുമയിൽ പങ്കാളിയാക്ക് അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കുക അല്ലാ. ദുആക്ക് ആമീൻ പറയുന്നവർക്ക് ദീർഘായുസ് നൽകുക അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ മക്കൾ എല്ലാവർക്കും അഭിവൃദ്ധി നൽകുക അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ ആഫിയത്തിൽ നീ ബറക്കത്ത് നൽകുക അല്ലാ. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്ക് റബ്ബേ റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധമടിപ്പിക്കുക അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.